जय कुंज बिहारी जय राधा माधव। जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन वनचारी यमुना तीरा वनचारी जय राधा माधवा जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेव नित्य गौर हरिबो 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 नित्याय गौर हरिबो नित्याय गौर हरिबो 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 नित्याय गौर हरिबो। जय श्री श्री श्रीमद् भागवतम भगवद गीता की जय। आनंद कोटि वैष्णव वृंद की जय। प्रभुपाद की जय। ഹരേ കൃഷ്ണ. ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും കൃപയാലും ഭക്തന്മാരുടെ കൃപയാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്രഭുപാദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുന്നത്, അതിനെ ലൈഫിൽ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ കണ്ഡം 5-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകമാണ്. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. നമുക്കതൊന്ന് വായിക്കാം. ശ്ലോകം വായിച്ച് വേർഡ് ബൈ മീനിങ് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. അപ്പോൾ ശ്ലോകം വായിക്കുന്നതിന് മുന്നേ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ അടുത്ത ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് ഈ കേൾക്കുന്നതെന്ന് എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവാൻ പറ്റുകയും നമുക്ക് എന്താണ് അത് പ്രാക്ടീസ് ചെയ്യാനും പറ്റട്ടെ എന്ന് ഭഗവാന്റെ അടുത്തും ഗുരുമഹാരാജിന്റെ അടുത്തും ഭക്തന്മാരുടെ അടുത്തും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ 3 തവണ നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയാം. അതാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ കീ എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്നതല്ല. അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും ഹൃദയം എല്ലാം ഓപ്പണായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് തന്നെ നമുക്ക് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ ഫസ്റ്റ് അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിച്ചു വന്നപ്പോൾ പറഞ്ഞു, ആരാണോ എപ്പോഴാണോ ഒരാൾ ഭാഗവതം കേൾക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അടുത്ത നിമിഷം തന്നെ അവർ വന്നിട്ട് പ്യൂരിഫൈഡ് ആവും, അവർ ക്വാളിഫൈഡ് ആവും എന്നാണ് പറയുന്നത് ഭാഗവതം കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഈ രാവിലത്തെ ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി
നമുക്ക് മനസ്സിലാവാൻ പറ്റണം. എല്ലാവരും, എല്ലാ ഭക്തന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ ചൊരിയാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 1:5:24. ते मय्यपेताखिल चाबलेऽर्भके दान्दे अधृक्रीडनकेऽनुवर्तिनि चक्रुकृपां यद्यपितुल्यदर्शना शुश्रूषमाणे मुनयोल्भभाषिणी. ते मय्यपेताखिल चाबलेऽर्भके दान्दे धृतक्रीडनकेऽनुवर्तिनि चक्रो कृपां यद्यपि तुल्यदर्शनः शुश्रूषमाणे मुनयोर्भभाषिणी. ते मय्यपेताखिल चाबलेऽर्भके दान्दे धृतक्रीडनकेऽनुवर्तिनि चक्रुः कृपां यद्यपि तुल्यदर्शना शुश्रूषमाणे മുനയോർഭഭാഷിണി. വേർഡ് മീനിങ് വായിക്കാം. തേ അവർ മൈ അങ്ങേക്ക് അപേത വിധേയനാകാതെ അഖില എല്ലാവിധ ചാപലെ വാസനകൾ അർഭകെ ബാലന് ദാന്തേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അധൃത ക്രീഡനകെ വിനോദങ്ങളിൽ പരിചിതമല്ലാത്ത അനുവർത്തനി അനുസരണയുള്ള ചക്രുഹു ദാനം ചെയ്തു കൃപാം അഹൈതുക കൃപ യദ്യപി എന്നുവരികിലും തുല്യദർശന സമദർശിത്വത്താൽ ശുശ്രൂഷമാണ് അവിശ്വസ്തർക്ക് മുനയഹ വേദാന്തത്തിന്റെ മുനി അനുവർത്തികൾ അല്പഭാഷിണി ആവശ്യത്തിലധികം സംസാരിക്കാത്ത. വിവർത്തനം ശ്രീല പ്രഭുപാദയ്ക്ക് ജയ. സ്വഭാവപരമായി നിഷ്പക്ഷരായിരുന്നിട്ടും ആ വേദാന്ത അനുവർത്തികൾ അവരുടെ അഹൈതുകമായ കൃപ എന്നെ അനുഗ്രഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ബാലനായിരുന്നിട്ട് കൂടി ഞാൻ ആത്മനിയന്ത്രണമുള്ളവനും അനുസരണാശീലമുള്ളവനും വിനോദങ്ങളിൽ താല്പര്യമില്ലാത്തവനുമായിരുന്നു. മാത്രവുമല്ല, ആവശ്യത്തിലധികം സംസാരിക്കുന്ന പ്രകൃതവും എനിക്കില്ലായിരുന്നു. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. സർവവേദങ്ങളും അന്വേഷിക്കുന്നത് എന്നെയാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുൾ ചെയ്യുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു, വേദങ്ങളിലെ പ്രതിപാദ്യ വിഷയം 3 കാര്യങ്ങൾ മാത്രമാണ്. പരമദിവ്യോത്തമ പുരുഷനുമായുള്ള ജീവാത്മാക്കളുടെ ബന്ധത്തെ ദൃഢമാക്കുക, ഭക്തിയുത സേവനവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുക, അനന്തരം ഭഗവത് ധാമത്തിൽ മടങ്ങിച്ചെല്ലുക എന്ന പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കുക. അത്തരത്തിൽ വേദാന്തികൾ അഥവാ വേദാന്ത അനുവർത്തികളെ പരമദിവ്യോത്തമ പുരുഷൻ പരിശുദ്ധ ഭക്തരായി സൂചിപ്പിക്കുന്നു. അത്തരം വേദാന്തികൾ അഥവാ ഭക്തിവേദാന്തികൾ ഭക്തിയുത സേവനത്തിൽ അതീന്ദ്രിയ വിജ്ഞാനം നിഷ്പക്ഷമായി വിതരണം ചെയ്യുന്നു. അവർക്ക് ശത്രുവോ അല്ലെങ്കിൽ മിത്രമോ ആയി ആരും തന്നെ ഇല്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദവുമില്ല. പ്രതികൂലമായോ അനുകൂലമായോ ആരും തന്നെ ഇല്ല. സാമാന്യ ജനങ്ങൾ അബദ്ധമായ ഇന്ദ്രിയ ഗതവിഷയങ്ങളിൽ സമയം പാഴാക്കുന്നതായി ഭക്തിവേദാന്തികൾ ദർശിക്കുന്നു. അജ്ഞരായ സാമാന്യ ജനസമൂഹത്തിന് പരമദിവ്യോത്തമ പുരുഷനുമായുള്ള നഷ്ടപ്പെട്ട ബന്ധത്തെ പുനഃസ്ഥാപിക്കുക എന്നത് അവരുടെ മുഖ്യ വ്യാപാരം. അത്തരം ഉദ്യമത്താൽ
അത്യധികം വിസ്മൃത അവസ്ഥയിലായ ആത്മാവിനെ പോലും ആത്മീയ ജീവിതബോധത്തിലേക്ക് പ്രചോദിപ്പിക്കാനും അനന്തരം ഭക്തിവേദാന്തികളാൽ ഔപചാരികമായി ആരംഭിച്ച ശേഷം ആത്മസാക്ഷാത്കാര മാർഗത്തിൽ സാമാന്യ ജനങ്ങൾ ക്രമേണ പുരോഗമിക്കുന്നു. ആകയാൽ ആത്മനിയന്ത്രണം ആർജിക്കുന്നതിനും വിനോദം മുതലായവയിൽ നിർമുക്ത കൈവരിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ വേദാന്തികൾ ബാലനെ ഉപനയിച്ചു. ആത്മീയ മാർഗത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആവശ്യം വേണ്ടുന്ന അച്ചടക്കത്തിൽ ബാലൻ അതിരേകമായി പുരോഗമനോന്മുഖനായി തീർന്നു. യഥാർത്ഥ മാനവ ജീവിതത്തിന്റെ ആരംഭമായ വർണ്ണാശ്രമ ധർമ്മ സമ്പ്രദായത്തിൽ 5 വയസ്സു കഴിഞ്ഞ പിഞ്ചുബാലന്മാരെ ബ്രഹ്മചാരികളായി തീരാൻ ഗുരുവിന്റെ ആശ്രമത്തിൽ അയക്കുന്നു. അവിടെ ഗുരുകുലത്തിൽ രാജാവിന്റെ പുത്രനായാലും സാധാരണ പ്രജകളുടെ പുത്രനായാലും അവരെ ഈ വിഷയങ്ങളൊക്കെ ക്രമാനുഗതമായി അഭ്യസിപ്പിക്കുന്നു. രാജ്യത്ത് സൽപ്രജകളെ സൃഷ്ടിക്കാൻ മാത്രമല്ല, ആത്മസാക്ഷാത്കാരത്തിനായി ഓരോ ബാലന്റെയും ഭാവി ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാനും പരിശീലനം നിർബന്ധമാക്കുന്നു. ഉത്തരവാദിത്യ ബോധമില്ലാത്ത ഇന്ദ്രിയാസ്വാദന ജീവിതം വർണ്ണാശ്രമ ധർമ്മ സമ്പ്രദായം അനുവർത്തിക്കുന്ന ബാലന്മാർക്ക് അജ്ഞാതമാകുന്നു. മാതാവിന്റെ ഗർഭപാത്രത്തിൽ പിതാവിനാൽ നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ബാലൻ ആത്മീയ വിവേകത്തിൽ സംക്രമിപ്പിക്കപ്പെടുന്നു. ഭൗതിക ബന്ധനത്തിൽ മോചിതനായി തീരുന്ന ബാലൻ ജീവിത വിജയത്തിൽ പിതാവിനും മാതാവിനും ഇരുവർക്കും വിജയകരമായ കുടുംബാസൂത്രണത്തിന്റെ രീതിയാണിത്. ആത്മനിയന്ത്രണം ഉള്ളവനായി തീരാതെ, വൈരാഗ്യമുള്ളവനായി തീരാതെ, പൂർണ്ണനായി തീരാതെ ആചാര്യന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഏതൊരാളും വിജയിയായി തീരുന്നില്ല. മാത്രവുമല്ല, പ്രകാരം പ്രവർത്തിക്കാത്ത പക്ഷം ആർക്കും ഭഗവത് ധാമത്തിൽ തിരിച്ചു പോകാനും സാധ്യമാണ്. ഹരേ കൃഷ്ണ. മറ്റെല്ലാവരും ഒന്ന് ദയവായി മ്യൂട്ട് ചെയ്യാം മൈക്ക്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗുണരഘുനാനാദിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദം സഗുണലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. നമുക്കിപ്പോ ട്രാൻസ്ലേഷനിൽ പ്രഭുപാദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. വിവർത്തനത്തിൽ പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, സ്വഭാവപരമായി നിഷ്പക്ഷരായിരുന്നിട്ടും ആ വേദാന്ത അനുവർത്തികൾ അവരുടെ അഹൈതുകമായ കൃപയാൽ എന്നെ അനുഗ്രഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ബാലനായിരുന്നിട്ട് കൂടി ഞാൻ ആത്മനിയന്ത്രണമുള്ളവനും അനുസരണാശീലമുള്ളവനും വിനോദത്തിൽ താല്പര്യമില്ലാത്തവനുമായിരുന്നു. മാത്രവുമല്ല, ആവശ്യത്തിലധികം സംസാരിക്കുന്ന പ്രകൃതവും എനിക്കില്ലായിരുന്നു. ഇതില് നമ്മൾ ഇതിനു മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മഹാവിഷ്ണു മഹാരാജിന്റെ ക്ലാസ് മഹാരാജ് പറയും, എല്ലാ ശ്ലോകത്തിലും ഒരു വാക്കുണ്ടാവും, അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ ആ വാക്കിനെ ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ 2-3 വാക്കുകളുണ്ട്, പക്ഷെ ഒരെണ്ണം ഭയങ്കര കൃത്യമായിട്ടുള്ളതായിരിക്കും.
ഇതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ തുല്യദർശന, സമദർശിത്വത്താൽ. അപ്പോൾ ഇന്നലെ ക്ലാസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ഗ്രന്ഥരാജ മെയില് വായിച്ചായിരുന്നു. അപ്പൊ അതില് തുല്യദർശന എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഒരു പ്രഭു വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രന്ഥരാജ് വന്നിട്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് നമ്മള് ഒരു ഒരു ഗുരുവിന്റെ ശിഷ്യത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഡയറക്റ്റ് സേവ തന്നെ ചെയ്യണമെന്നില്ല. എത്ര പേർക്ക് നമുക്ക് ഗുരുവിന് ഡയറക്റ്റ് സേവ ചെയ്യാൻ പറ്റും? കാരണം എപ്പോഴും അദ്ദേഹത്തിന്റെ അസോസിയേഷൻ നമുക്ക് കിട്ടത്തില്ല. പലരും ഗൃഹസ്ഥരാണ്, പലരും പല സ്ഥലത്താണ്. അതുപോലെ തന്നെ ഗുരു എപ്പോഴും ട്രാവലിങ്ങിലായിരിക്കും. അപ്പൊ ഡയറക്റ്റ് സേവ തന്നെ ചെയ്യണമെന്നില്ല. വാണി സേവ ചെയ്യാം. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. നമ്മള് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് റിവീലിംഗ് വൺ സെൽഫ് ടു ദ സ്പിരിച്വൽ മാസ്റ്റർ എന്നാണ് എന്റെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് നമ്മള് ഗുരു മഹാരാജിന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സേവ ചെയ്യാതെ അദ്ദേഹത്തിന് പ്രീതിപ്പെടുത്തുക. നമ്മൾ എപ്പോഴും നമ്മൾ പറയും ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ആക്ടിവിറ്റി ചെയ്താലും, നമ്മൾ ഡിവോഷനിൽ എന്ത് ആക്ടിവിറ്റി ചെയ്താലും, പ്രീച്ചിങ് ആയിക്കോട്ടെ, റീഡിങ് ആയിക്കോട്ടെ, നമ്മൾ വായിക്കുന്നതായിക്കോട്ടെ, ബാക്കിയുള്ളവർക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞതായിക്കോട്ടെ, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യാൻ പാടും. ഒന്നെന്ന് പറയുന്നത് ഗുരുവിന്റെ കൃപയെ, ഗുരുവിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, രണ്ട് കൃഷ്ണനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കുള്ള എക്സ്പീരിയൻസ് നമുക്കറിയാം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേരും കൂടെ വരണം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് ഈ മെറ്റീരിയൽ വേൾഡിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും അത് മാറാൻ പോകുന്നില്ല. പക്ഷെ അതെങ്ങനെ മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിത്യം ഭാഗവത സേവയില്ല. ഭാഗവതം കൊണ്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കണമെന്ന് പറയും. ഭാഗവതം ബുക്ക് എടുത്തിട്ട് വേറെ ആരും ഇല്ലാതെ നമ്മളും ഭാഗവതം മാത്രമായിട്ട് കുറച്ച് സമയം ഡെയിലി സ്പെൻഡ് ചെയ്താൽ ഈ പ്രശ്നം മാറിക്കട്ടെ. മഹാരാജ് പറയുന്നുണ്ട് നമ്മൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നു. വരികൾക്കിടയിലൂടെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് പ്രഭുപാദ് ഈ വാക്ക് ഇവിടെ യൂസ് ചെയ്തു, എന്തുകൊണ്ട് പ്രഭുപാദ് വേറെ വാക്കുകൾ യൂസ് ചെയ്ത്, ഇതിനകത്ത് എക്സാക്ട്ലി ഇത് എന്തുകൊണ്ട് നിഷ്പക്ഷമായിരുന്നിട്ടും എന്നുള്ള വാക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, തുല്യദർശന എന്നുള്ള വാക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് പ്രഭുപാദ് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. പർപ്പട്ടിന്റെ ഏറ്റവും അവസാനത്തെ 4 വരികൾ, 2 വരികൾ പ്രഭുപാദ് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ്? ആത്മനിയന്ത്രണമുള്ളവനായി തീരാതെ, വൈരാഗ്യമുള്ളവനായി തീരാതെ, പൂർണ്ണ വിനയമുള്ളവനായി തീരാതെ, ആത്മീയ ആചാര്യന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഏതൊരാളും വിജയിയായി തീരുമെന്നില്ല. മാത്രവുമല്ല, അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം ആർക്കും ഭഗവദ്ധാമത്തിൽ തിരിച്ചു പോകാനും സാധ്യമല്ല. അപ്പൊ ഇവിടെ 1-2 പോയിന്റ് എന്ന് പറയുന്നത് ആത്മനിയന്ത്രണം ഉള്ളവനായി തീരാതെ, വൈരാഗ്യമുള്ളവനായി തീരാതെ, പൂർണ്ണ വിനയമുള്ളവനായി തീരാതെ, അതുപോലെ ആത്മീയ ആചാര്യന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇപ്പൊ ഗുരുമഹാരാജിന്റെ, നമ്മുടെ ഗുരുവിന്റെ അല്ലെങ്കിൽ ഇനിഷ്യേറ്റഡ് അല്ലാത്ത ഡിവോട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ശിക്ഷാഗുരു ഉണ്ടായിരിക്കും. പിന്നെ ശിക്ഷാഗുരു ഇല്ലാത്തവർക്ക് ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ ഉണ്ടായിരിക്കും. ഭഗവാനാണ് അഖില ഗുരു. അപ്പൊ ഭഗവാൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ആത്മനിയന്ത്രണമുള്ള, നമുക്ക് സെൽഫ് കൺട്രോൾഡ് ആയിരിക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇതില് നാരദമുനി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബാലനായിരുന്നിട്ട് കൂടി ആത്മനിയന്ത്രണമുള്ളവനായിരുന്നു, അനുസരണാശീലമുള്ളവനായിരുന്നു, വിനോദങ്ങൾ താല്പര്യമില്ലാത്തവനായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവസാനം പറഞ്ഞിരിക്കുന്നത് ആവശ്യത്തിലധികം സംസാരിക്കുന്ന പ്രകൃതം എനിക്കില്ലായിരുന്നു എന്ന് നാരദമുനി പറയുന്നുണ്ട്. ഈ ശ്ലോകം ആക്ച്വലി എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടെടുത്ത ശ്ലോകം പോലെയാണ് എനിക്ക് തോന്നിയത്. കാര്യം ഞാൻ ആവശ്യത്തിലധികം സംസാരിക്കുന്ന ഒരാളാണ്. ജോലി സ്ഥലത്തായാലും ഡിവോട്ടീസിനിടയ്ക്കായാലും പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം. കാരണം കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന പ്രകൃതമാണ്. ഇപ്പോ നാരദമുനിയുടെ ഈ എക്സാമ്പിൾ നമുക്ക് മനസ്സിലായത്, ഭക്തന്മാരുടെ കാരുണ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്വഭാവം മാറ്റണം. അപ്പൊ ഞാൻ ഈ ക്ലാസ് ഇതിനു മുന്നേ ശ്ലോകം വായിച്ചിട്ടുണ്ടെങ്കിലും ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഗുരുമഹാരാജിനടുത്തും പ്രഭുപാദിനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എങ്ങനെ ഇനി കുറച്ച് സംസാരിക്കാം, ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കാം എന്നുള്ളതാണ്. കാരണം ഒരുപാട് തോട്ട് പ്രോസസ്സ് വരുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കും.
എന്തെങ്കിലും റിസർച്ച് ചെയ്യും, അതിനെപ്പറ്റി സംസാരിക്കും. അപ്പോ ഇവിടെ ഭക്തന്മാരുടെ പ്രത്യേകത പറയുന്നത് അവര് വന്നിട്ട് ഭയങ്കര പ്യൂരിഫൈഡ് ആണ്. ഒന്ന്, അവര് വന്നിട്ട് ഭാഗവതം പഠിക്കും. ഭാഗവതം പഠിച്ചാലുള്ള പ്രത്യേകത എന്താണ്? ഇതിനു മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് പറയണം. അത്രയ്ക്ക് പറയാനുള്ള ത്വരയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതലും ഭഗവാനെ പറ്റി സംസാരിക്കാനായിട്ട് നോക്കുക. പുതിയ പുതിയ വിഷയങ്ങൾ സംസാരിക്കാനാണ് നോക്കുക. ഭാഗവതം കടല് പോലെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഓരോരോ, ഇപ്പൊ തന്നെ ഈ ശ്ലോകത്തിൽ തന്നെ ഒരു ഒരു മാസം ക്ലാസ് എടുക്കാനുള്ള ഉണ്ടെന്നാണ് ഭക്തന്മാര് പറയുന്നത് ഇതിനകത്തുനിന്ന്. കാര്യം ഓരോരോ വാക്കെടുത്ത്, ഒന്നെന്ന് പറയുന്നത് തുല്യദർശന പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അനുവർത്തിത പറഞ്ഞു. ഇതിനകത്ത് അനുവർത്തിതയല്ലേ പറഞ്ഞത്? അതെ, അനുവർത്തിനി, അനുസരണയുള്ള. അപ്പൊ ഈ രണ്ട് വാക്കുകൾ ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അനുസരണയോടുകൂടി സെൽഫ് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഗുരുമഹാരാജ്, നമ്മുടെ ഗുരുക്കന്മാര് തന്നിരിക്കുന്ന സേവ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മളെപ്പോഴും നമ്മൾ എന്താണ്, നമ്മുടെ റിലേഷൻഷിപ്പ് ട്രാൻസ്പെറന്റ് ആയിട്ട് വെക്കണം എന്ന് പറയും ഗുരുവുമായിട്ട്. അതായത് നമ്മളൊന്നും ഒളിക്കാൻ പാടില്ല, ഓപ്പൺ ആയിട്ട് പറയാം. ഗുരുമഹാരാജിന് എല്ലാം അറിയാം. ഈവൻ നമുക്ക് എല്ലാവർക്കും ദീക്ഷ കിട്ടിയത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഒട്ടും ക്വാളിഫൈഡ് അല്ല. എന്നിരുന്നാലും ഗുരു വന്നിട്ട് നമ്മളെ ചൂസ് ചെയ്യും. നമ്മൾ വിചാരിക്കും ഇസ്കോണിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, നമുക്ക് അതിലൊരു ഗുരുവിനെ ചൂസ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല, ഗുരുവാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. അതിനുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും. കാരണം അദ്ദേഹം ഭൗതിക ലോകത്തിൽ അവതരിക്കുമ്പോൾ, ഭഗവാന്റെ പെർമിഷനോടുകൂടി അത് അവതരിച്ച് വരുമ്പോൾ, അദ്ദേഹം വരുന്ന റീസൺ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ, അതെ, എന്നെ സംബന്ധിച്ചുള്ള എന്നെപ്പോലെ ഒരാളിന് അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകണം, ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ചൈനമഹാപ്രഭു പറയുന്ന പോലെ 3 വിഷയങ്ങളാണ് ഉള്ളത്. എന്താണ്? പരമദിവ്യത്വ പുരുഷനുമായുള്ള ജീവാത്മാക്കളുടെ ബന്ധത്തെ ദൃഢമാക്കുക, ഭക്തി സേവനവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുക, അനന്തരം ഭഗവത്ധാമത്തിൽ മടങ്ങിച്ചെല്ലുക എന്ന പരമമായ ലക്ഷ്യത്തെ പ്രാപ്തമാക്കുക. ഈ 3 കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുമ്പോൾ നമുക്ക് വഴക്ക് തരിക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല. കാരണം അദ്ദേഹം നമ്മളെ ജസ്റ്റൈസ് ചെയ്യും, നമ്മളെ കളിയാക്കും നമുക്ക് തോന്നും. അതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം നമ്മുടെ സാധന എങ്ങനെയാണ്, നമ്മുടെ ഡിവോട്ടീസിന്റെ പെരുമാറുന്നത് എങ്ങനെയാണ്, നമ്മുടെ അജണ്ട എന്താണ്, നമ്മൾ എന്തിനാണ് ഗുരുമഹാരാജ്. ഇത് അദ്ദേഹത്തിന് എല്ലാം അറിയാം. അവരെല്ലാം ത്രികാല ജ്ഞാനികളാണ്. നമുക്ക് തന്നെ പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ട്. ഗുരു വന്നിട്ട് ഒരു ചില കാര്യങ്ങൾ പറയും നമ്മുടെ അടുത്ത്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് മഹാരാജ് എന്തിനെങ്കിലും നമ്മളോട് പറഞ്ഞു നമുക്ക് തോന്നും. പക്ഷെ വർഷങ്ങൾ കഴിയുന്നിടത്ത് അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുരു മഹാരാജിന് 20-25 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങള് നമുക്കത് ഇപ്പൊ എക്സ്പീരിയൻസ് ആവും. പല കാര്യങ്ങളും ഇത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് പലർക്കും ഇങ്ങനെ ഉണ്ട്. അപ്പോ ഇവിടെ ഒരു കാര്യം, ഒരു ഗ്രന്ഥരാജ് മേലിൽ ഞാൻ വായിച്ചത്, ഒരു അമ്മ വന്നിട്ട്, ഇപ്പൊ നമ്മള് അഹൈതുകമായ കാരുണ്യത്തിനെ പറ്റി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തുല്യദർശന, സമദർശനത്തിൽ വേദാന്തികൾ, ഭക്തന്മാര് ആരുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാറില്ല. അവർ വന്നിട്ട് എല്ലാവർക്കും കാരുണ്യം ചെയ്യും. അങ്ങനെ ഭക്തന്മാര് കാരുണ്യം ചെയ്തത് കൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. പലർക്കും ഇന്ന് ക്ലാസ്സിലൂടെ ഇരിക്കാൻ ഒരു ഭക്തന്റെ കാരുണ്യം കൊണ്ട്, ഒരു വൈഷ്ണവന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ അതാണ് സത്യം. അപ്പൊ അവര് നമ്മുടെ ക്വാളിഫിക്കേഷനോ ജാതിയോ മതമോ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നോക്കിയിട്ടില്ല. അവര് നോക്കിയത് ഒരേ ഒരു കാര്യം. എന്താണ് അവര് നോക്കിയത്? അവര് പ്യൂരിഫൈ ചെയ്യാനും അഹൈതുകമായ കാരുണ്യമായിട്ട് എല്ലാവർക്കും. പ്രഭുപാദ് വന്നിട്ട് എവിടെയാണ് പോയത്? ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ നോക്കി, ആരും കേട്ടില്ല. അദ്ദേഹം നോക്കിയപ്പോൾ എല്ലാവരും വെസ്റ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. വെസ്റ്റേണിൽ പോയിട്ട് അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു? അവർക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു. ഏറ്റവും മോശമായിട്ടുള്ള ജീവിതമാണ് അവര് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അതേ പ്രഭുപാദ് വന്നിട്ട് ഒന്നും നോക്കിയില്ല. ഒരു 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 എക്സാമ്പിൾ ആയിട്ട് പ്രഭു ഒരു ക്ലാസ് എടുത്തിൽ പറയുന്ന ഒരാൾ വന്നിട്ട് പ്രഭുപാദിനെ കണ്ടിട്ട് പറഞ്ഞു, പ്രഭുപാദ് എനിക്ക് ദീക്ഷ വേണമെന്ന് പറഞ്ഞു. US-ലല്ല, US-ന് പുറത്ത് അവിടെ വെച്ചിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു അറിയോ? ജോലിയല്ല, അദ്ദേഹത്തിന്റെ ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. അതായത് പശു, ഗോമാതാവിന്റെ അതിന് കശാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡ് വരുമല്ലോ കഴുത്തുനിന്ന്.
അത് കുടിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. അത്രയ്ക്കും പാപിയായിരുന്നു. പ്രഭുപാദ് ഫസ്റ്റ് പറഞ്ഞ നോ മീറ്റ് ഈറ്റിംഗ്, ഇറച്ചി കഴിക്കാം. അതേ പറഞ്ഞു ഓക്കെ ഓക്കെ മാറി, ഞാൻ വിട്ടു, കഴിക്കുന്നില്ല. അത് അതുപോലും വകവയ്ക്കാതെ പ്രഭുപാദിന്റെ അദ്ദേഹത്തിന് ദീക്ഷ കൊടുത്തു. അദ്ദേഹം പ്യൂരിഫൈഡ് വലിയ വലിയ വളരെ വലിയ ഭക്തനുമായ അദ്ദേഹം. അപ്പോ പ്രഭുപാദ്, ഗുരുമഹാരാജ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് അനുസരണ, ഇതിനകത്ത് പറയുന്ന അനുസരണ എന്നുള്ള അനുവർത്തിനി എന്ന് പറഞ്ഞ ആ വാക്ക്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഭുപാദ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പ്രഭുപാദ് US പോയ ടൈമിൽ അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് പ്രോഗ്രാം ചെയ്തിട്ട്, ചെറിയ ഹാളിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഒറ്റയ്ക്കിരുന്ന് പാത്രം കഴുകും. ഗുലാബ് ജാം, ഇസ്കോൺ ബോംബ് എന്ന് പറയും, ഗുലാബ് ജാം, അത് ഉണ്ടാക്കിയ പാത്രങ്ങളും ഭഗവാനെ നിവേദിച്ച പാത്രങ്ങളും അത് ഒറ്റയ്ക്കിരുന്ന് പൂജാ പ്ലേറ്റും കഴുകും. ഇതുമ്പ് ദിവസങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് രണ്ട് ഡിവോട്ടീസ് മുതൽ, അതായത് പേര് ഞാൻ മറന്നു, ചോദിക്കും മഹാരാജ് പ്രഭുപാദ് ക്യാൻ വി ഹെൽപ്പ്? പ്രഭുപാദ് എന്താണ് പറഞ്ഞത്? ഞാന് ഈ ഒരു ആരെങ്കിലും ഇത് എന്നെ സഹായിക്കുമോ എന്ന് ഞാൻ എത്രയോ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശുദ്ധഭക്തന്മാർ എന്താണോ വിചാരിക്കുന്നത് അത് ഭഗവാൻ നടത്തി കൊടുക്കും. അത് പല പല എക്സാമ്പിളായിട്ട് പ്രഭുപാദിൽ നിന്ന് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് അറിയാം. ശുദ്ധഭക്തന്മാർ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നടത്തിക്കോളും. ഒരുപാട് പ്രഭുപാദിന് ഒരുപാട് ഡിസൈപ്പിൾസ്, പ്രഭുപാദ് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വിടും. അവര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് അതിനുള്ള സേവകൾ ചെയ്യും. പല ഫോറിൻ ഡിവോട്ടീസും ഇന്ത്യയിൽ പ്രഭുപാദിന് ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട്, പ്രഭുപാദ് ഇടയ്ക്കൊരു സ്റ്റോറി ഒരു ഡിവോട്ടി പറയുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു ടെമ്പിൾ കെട്ടണം, ഇവിടെ പറയുന്നതിന് മുന്നേ അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒന്നും കയ്യിൽ കാശില്ല, ഒന്നുമില്ല. ആ മാതാജിയും പ്രഭു ഇറങ്ങി പോയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. ആ ഇൻസ്ട്രക്ഷൻ അവരനുസരിച്ച് ഫോളോ ചെയ്തു. പിന്നീട് എന്താ, വലിയ വലിയ ടെമ്പിളും ക്ഷേത്രങ്ങളും, ലോകം മുഴുവൻ ടെമ്പിളും ക്ഷേത്രങ്ങളും വന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം അനുസരണം എന്നുള്ള അനുവർത്തിനി എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ്. ഒരമ്മ വന്നിട്ട് കുഞ്ഞിനെ രാവിലെ എഴുന്നേറ്റിപ്പിച്ചിട്ട് എന്താണ്, കുളിപ്പിച്ച് സ്കൂളിൽ വിടാനോ നോക്കും. അനുസരണമുള്ള ആളാണെങ്കിൽ നോക്കി അമ്മ പറയുന്നത് കേട്ട് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി രാവിലെ എഴിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് പോയി പഠിക്കാനൊക്കെ പോയി നല്ലൊരു ഭാവി അതിനുണ്ടാവും. പക്ഷെ പറഞ്ഞാൽ കേൾക്കാതില്ല, ഞാൻ എഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച് കരഞ്ഞ് ബഹളം വെച്ച് എഴിക്കാതെയൊക്കെ ഇരുന്ന് എന്ത് പറ്റും? അതിന്റെ ഭാവി അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടിലോട്ട് പോകും. സ്കൂളിൽ പോകുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ. പക്ഷെ നമ്മൾ ഒരു കാര്യം നോക്കാനുള്ളത്, ഇതിനകത്ത് നമ്മൾ കുഞ്ഞിന്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ കാര്യം സെയിം ആണ്. നമുക്കും അറിയാം എന്താണ് ഭാഗവതം പഠിക്കണം, അതിന്റെ ഓരോ ലൈനിലും നമ്മൾ മനസ്സിലാക്കണം, അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. കൃഷ്ണനാണ് പരമ ദിവ്യാത്മ പുരുഷൻ, നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകണം എന്നുള്ളത് നമുക്കറിയാം. ഈ നോളേജ് ഉണ്ട്, പക്ഷെ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിസൾട്ട്. 10ാം ക്ലാസ് പഠിച്ചാൽ പാസ്സാകും, ഇതൊരു നോളേജാണ്. പക്ഷേ അത് പഠിക്കണമെങ്കിൽ ബുക്ക് എടുത്ത് വായിച്ച് എഴുതി മനസ്സിലാക്കി അറിഞ്ഞുകൂടാത്ത ചോദിച്ച് ആ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ പാസ്സാവത്തുള്ളൂ. നമുക്ക് തിരിച്ചറിയാം ഭഗവാന്റെ അടുത്ത് പോകണമെന്നുള്ളത് അറിയാം. അനുസരിക്കണമെന്ന് പ്രഭുപാദ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായി. വ്യാസദേവൻ പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാദ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനുസരിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ, തുല്യദർശന സമദർശനത്തില് എല്ലാവർക്കും നമുക്ക് കാരുണ്യം നമുക്ക് കൊടുക്കാൻ പറ്റണം. നമ്മൾ ക്വാളിഫൈഡ് ആണോ ഇല്ലെന്ന് നോക്കണം. ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയ്ക്ക് വേണ്ടിയിട്ട് ആരെയൊക്കെ കാണുന്നോ ഇന്ന് ഒരാൾക്കെങ്കിലും നമ്മൾ ഹരിനാമം പറഞ്ഞു കൊടുക്കുക. ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഹരിനാമം ഉറച്ചു ജപിക്കുക. വഴിയിൽ നിൽക്കുന്ന പുല്ലും മരവും ജീവികളും ആരെങ്കിലുമൊക്കെ ഹരിനാമം നമുക്ക് കേൾക്കും. പ്രത്യേകിച്ച് കാർത്തിക മാസമാണ്. കാർത്തിക മാസത്തിൽ എന്ത് ചെയ്താലും ഇരട്ടി ഫലമാണ്. അപ്പോ എല്ലാവരും ഇന്ന് നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചതുപോലെ എന്ത് ചെയ്യണം? പറ്റുന്നവർക്കെല്ലാം നമ്മൾ ഹരിനാമം പറഞ്ഞു കൊടുക്കുക, ഭാഗവതത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ അനുസരിക്കുക. നമുക്ക് സീനിയർ ഡിവോട്ടീസ് പറഞ്ഞു തരുന്നതും ഗുരുമഹാരാജ് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനും നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോ ഇതിന്റെ ലാസ്റ്റ് പർപ്പട്ടില് നേരത്തെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ കാര്യം തന്നെ, ആത്മനിയന്ത്രണമുള്ളവനായിരിക്കണം, വൈരാഗ്യമുള്ളവനായി തീരണം, പൂർണ്ണ വിനയമുള്ളവനായി തീരണം, ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇതിനകത്ത് മഹാരാജ് ഒരു അക്രോണിം പറയാനുണ്ട്. അക്രോണിം വെച്ചാൽ ചെറിയ കുറച്ച് കണ്ടന്റ് എടുത്ത് നമ്മൾ വേർഡ് പറയുന്നത് SDO എന്ന് പറയാനുണ്ട്. SDO എന്ന് പറയുന്ന നേരത്തെ അതിനകത്ത് ഒന്ന് സെൽഫ് കൺട്രോൾഡ് എന്നൊരു കാര്യം പറയാനുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ സെൽഫ് കൺട്രോൾഡിനെ പറ്റി മൊത്തത്തിൽ ഒരു വാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന ശയം എന്നുള്ള വാക്ക് പറയുന്നത്. അതായത് സെൽഫ് കൺട്രോൾ. ഭഗവത്ഗീത മൊത്തത്തിൽ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ സമ്മറൈസ് ചെയ്യാനാണ് ഗുരുമഹാരാജ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? ശയം. അതായത് സെൽഫ് കൺട്രോൾഡ് ആയിരിക്കണം. D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ. നമ്മൾ ഹി ഓർ ഷി ആരായാലും നമ്മൾ എന്താണ് അനുസരണ ഉള്ളവരായിരിക്കണം. O എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബീഡിയൻ, SDO. അപ്പൊ ഈ SDO നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി തിരിച്ച് ഭഗവാന്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഒബീഡിയൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് എപ്പോഴൊക്കെയാണോ ഇൻസ്ട്രക്ഷൻസ്, ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടും, നമ്മൾ അപ്പോഴും എന്ത് പറയണം? ഗുരു മഹാരാജ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് പറഞ്ഞ? യെസ് മഹാരാജ്, യെസ് ഡു, ഞാൻ അത് ചെയ്യാം മഹാരാജ്. നമ്മളെ കൊണ്ട് പറ്റുകയോ പറ്റാതിരിക്കുകയോ ഫൈൻ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം ഗുരു മഹാരാജ് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടെങ്കിൽ അതിന് വളരെ കാതലായ അർത്ഥമുണ്ട്. നമുക്കറിയാം, നമുക്ക് പേഴ്സണലി നമുക്ക് ഗുരു മഹാരാജ് 2010 വരെ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ട്രാൻസെൻഡന്റൽ ബോഡിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോവുകയും അദ്ദേഹം ഇപ്പൊ വാണി രൂപത്തിലും ഇപ്പൊ അറ്റ് പ്രസന്റിൽ ഇപ്പൊ ഫുൾ ടൈം എല്ലാ ഡിവോട്ടീസിന്റെ അടുത്തും അദ്ദേഹം ഉണ്ട്. നമുക്കിപ്പം അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ വാണി സേവ ഉണ്ട്, അമൃതവാണി ആപ്പ് ഉണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്. അമൃതവാണി എന്ന് പറഞ്ഞ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഫുൾ ഭാഗവതം ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്യാൻഡ ഫുൾ റിസൈറ്റ് ചെയ്തിട്ടുള്ള, ഇന്നലെ തന്നെ ഈ ശ്ലോകത്തിന്റെ ടോൺ നോക്കണം നോക്കിയപ്പോ സുദർശന മാതാജി കണക്ട് ചെയ്ത് മാതാജി പറഞ്ഞു ഫുൾ ഫസ്റ്റ് ക്യാൻഡ ഫുൾ റിസൈറ്റ് ചെയ്തിട്ട് അതിനകത്തുണ്ട്. വൈജയന്തിമാല മാതാജി ഫുൾ ഭാഗവതം അതിന്റെ ടോൺ അനുസരിച്ച്, ഛന്ദസ്സും എല്ലാ കാര്യങ്ങളും അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ടോൺ അനുസരിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീത ഫുൾ റിസൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒബീഡിയന്റ് ആയിരിക്കും. ഒബീഡിയന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു? ഗുരുവിന്റെ അടുത്ത് യെസ് ഡു മഹാരാജ്, യെസ് ഞാൻ അത് ചെയ്യും എന്ന് പറയാം. ഈ യെസ് ഡു എന്നുള്ള, യെസ് ഡു എന്ന് പറയാൻ വേണം. ആ സേവ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാല് ഈ ചെയ്യുന്ന SDO, ഈ 3 ക്വാളിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ഗൗരവത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ഭക്തന്റെ അസോസിയേഷനെ പറ്റി അതിനകത്ത് ചെറിയൊരു സ്റ്റോറിയോടെ പറയുന്നുണ്ട്. നാരദ മുനി ഒരിക്കൽ വന്നിട്ട് ഒരു കിങ്ഡത്തിലോട്ട് പോയി, ഒരു രാജ്യത്തോട്ട് പോയി. ഒരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ വന്നിട്ട് 2 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്ത ആള് വന്നിട്ട് പരമഭക്തനാണ്. ഭഗവാന്റെ രാവിലെ മംഗളാരതി ചെയ്യും, ജപിക്കും, ഭാഗവതം വായിക്കും, അത് പ്രാക്ടീസ് ചെയ്യും, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. സമദർശനയായിരുന്നു, തുല്യദർശിനിയായിരുന്നു. കാണുന്ന എല്ലാവർക്കും യാരതേക്കോ താര കഹ കൃഷ്ണ കഥ എന്ന് പറഞ്ഞ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. വളരെ നല്ല ഭക്തനായിരുന്നു. അപ്പം നാരദ മുനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാരദ മുനി അദ്ദേഹത്തിനെ കണ്ടു, സംസാരിച്ചു. കാരണം ശുദ്ധഭക്തന്മാർ എവിടെയുണ്ടോ അവിടെ എല്ലാം എന്താണ്? അവിടെ എല്ലാം എന്താണ്? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. വലിയ വലിയ ഭക്തന്മാര്, സന്യാസിമാര് നമുക്ക് അവിടെ എത്തിക്കും. അവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം വന്നു, മൂത്ത ആളിനെ കണ്ട്, എൽഡർ ബ്രദറിനെ കണ്ട്, മൂത്ത ആളിനെ കണ്ട് സംസാരിച്ചു. എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം രണ്ടാമത്തെ ഇളയ ആളിനെ കാണാനായിട്ട് പോവുകയാണ്. ഇളയാളിനെ കാണാൻ പോകുമ്പോൾ എന്താണ് പറ്റുന്നത്? അദ്ദേഹം വന്നിട്ട് കംപ്ലീറ്റ്ലി സെൻസ് എൻജോയ്മെന്റിൽ, അതായത് അദ്ദേഹത്തിന് ഭഗവാനെ പറ്റിയുള്ള ചിന്തയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം വന്നിട്ട് എങ്ങനെ എൻജോയ് ചെയ്യാം? ഫുൾ ടൈം ലഹരി ഉപയോഗിക്കും, ബോധത്തിലല്ല. പക്ഷെ ശുദ്ധഭക്തന്മാരെന്താണ്? എല്ലാവർക്കും കാരുണ്യം കൊടുക്കും. നാരദമുനിയും ഒരു കണ്ടീഷനും ഒന്നും നോക്കാതെ എത്രയോ ഭക്തന്മാർക്ക് കാരുണ്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്, അല്ലേ? അപ്പോ അദ്ദേഹം വന്നിട്ട് ആരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ശരി ഫൈൻ, അദ്ദേഹത്തിന്റെ പോയി സംസാരിക്കാനായിട്ട് പോയി. സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം ആ ഒരു കണ്ടീഷനിലേ അല്ലായിരുന്നു. ബട്ട് ആ മൂത്ത ആളെന്ത് പറഞ്ഞു? നാരദ മുനി ക്ഷമിക്കണം, അദ്ദേഹത്തിന് കാരുണ്യം കാണിക്കണം, അദ്ദേഹത്തിന് ഒന്ന് സംസാരിക്കണം, ഇതൊന്നും പറഞ്ഞു. അങ്ങനെ നാരദ മുനി ചെന്നു. നാരദ മുനി ആളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തിരുത്തണം, റെക്ടിഫൈ ചെയ്യണം, ഇതല്ല മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം, നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാറ്റണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടോ കേട്ടില്ലേ ഒന്നും അറിയത്തില്ല. അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ നിന്നു. കാരണം ചിലപ്പോൾ ബോധം ഉണ്ടായിരുന്നു കാണത്തില്ല. അപ്പൊ നാരദമുനി തിരിച്ചു വന്നപ്പോ മൂത്തയാള് വീണ്ടും പറഞ്ഞു, നാരദമുനി അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഇതാണ്, ദയവായി കരുണ കാണിക്കണം, അദ്ദേഹത്തിനോട് എന്തെങ്കിലും കരുണ കാണിക്കാൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പൊ നാരദമുനി എന്ത് പറഞ്ഞു? ശരി. വീണ്ടും ചെന്നു സംസാരിച്ചു, സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തു, രക്ഷയില്ല. അപ്പൊ നാരദമുനി ഇതെല്ലാം വിട്ടേക്ക്, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പക്ഷെ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിനക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ നീ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, എന്താണ്? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് വൺ ഹു ഹാസ് ഗോട്ട് എ മൊമെന്റ് അസോസിയേഷൻ വിത്ത് സാധു? ഒരാളിന് എന്താണ് സംഭവിക്കുന്നത്? എപ്പോഴാണ് ഒരാള് ഒരു ക്ഷണം, ഒരു ചെറിയൊരു ക്ഷണമെങ്കിലും ഒരു ശുദ്ധഭക്തനുമായിട്ട് അസോസിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുമായിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താകും? ഇദ്ദേഹം ഇത് കേട്ടു, ആദ്യം പറഞ്ഞൊന്നും കേട്ടില്ല, ഇത് കേട്ടിട്ട് പുച്ഛിച്ച് ചിരിച്ചു. നമ്മള് നമ്മുടെയൊക്കെ കണ്ടീഷനും ഇതൊക്കെ തന്നെയാണ്.
അൺഫോർച്ചുനേറ്റ്ലി സീനിയർ ഭക്തന്മാർ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് ഉള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട സേവയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കേക്ക്. ഇഷ്ടപ്പെടാത്ത സേവയാണ്, ക്ലീനിങ് സേവയാണെങ്കിൽ പലർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദേഹം ഫിസിക്കൽ സേവ ചെയ്യാൻ ആൾക്ക് പൊതുവേ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട സേവ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നത്, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ക്ലാസ് എടുക്കുന്നത്, അത് മാത്രം ചെയ്യാം. ക്ലീനിങ് സേവ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇവിടെ കാണിക്കേണ്ട സമദർശന എന്നുള്ള ഒരു ഇത് കാണണം. നമ്മൾ എല്ലാ സേവയും നമ്മൾ ഒരുപോലെ കണ്ടിട്ട് ഭഗവാന്റെ സേവയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ ഈ ഈ ആളെന്ത് ചെയ്തു, ഇത് മാത്രം കേട്ടു, ഇത് കണ്ടിന്യൂ ചെയ്തു, ഈ പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം മരിച്ചു. ആസ് യൂഷ്വൽ മരിക്കുന്ന സമയത്ത് 36,000 കറുത്ത തേള് ബോഡിയിൽ കുത്തുന്ന അത്രയും പെയിനോട് കൂടി അദ്ദേഹത്തിന്റെ സോൾ നിന്ന് എടുക്കുന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് മരിച്ചത്. അതിനുശേഷം കൊണ്ടുപോകാൻ വരുന്ന ഈ സോൾ എടുത്തോണ്ട് പോകുന്ന ആരൊക്കെയാണ്? യമകിങ്കരന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം ഫിനിഷ്. പിന്നെ പറയണ്ട, നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് അങ്ങനെ ഒരു ചാൻസ് വരാതിരിക്കാനായിട്ട്. നമ്മളും ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റാ ഫോളോ ചെയ്ത് പോട്ടെ. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. നമുക്ക് എപ്പോഴും ഭഗവാൻ, എല്ലാവരും പ്രാർത്ഥിക്കുക, ഗുരുവിന്റെ അടുത്തും വൈഷ്ണവരുടെ അടുത്തും ഒരിക്കലും നമ്മൾ ഒരു വൈഷ്ണവ അപരാധവും ചെയ്യാതെ നമുക്ക് എപ്പോഴും എന്താണ്, നമുക്ക് ഭഗവാന്റെ സ്മരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഭഗവാന്റെ സ്മരണ നമ്മൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ. ഇപ്പൊ ഡെയിലി നമ്മൾ ഭാഗവതം പഠിക്കുന്നുണ്ട്, ഓരോ ശ്ലോകം പഠിക്കുന്നുണ്ട്, ആ ശ്ലോകത്തിൽ എന്ത് പഠിച്ചോ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത്രയും പറ്റിയില്ലെങ്കിൽ ആ ഒരു ദിവസമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു ദിവസം ചെയ്യുന്ന എഫേർട്ട് ഭഗവാൻ കാണും. കണ്ടിട്ട് എന്താണ്, സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായുധോ മഹതോദ്ഭയ. ഈ മഹത്ഭയം എന്താണ്? ഇതാണ് മഹത്ഭയം. ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങി മരിക്കുന്നു. ആ പാപങ്ങൾ തീർക്കാനായിട്ട് അവിടെ പോകുന്നു, നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്നു, നമ്മൾ തിരിച്ചും എന്താണ് ആ കഷ്ടതെല്ലാം അനുഭവിച്ച് തിരിച്ചു വരുന്നു, മറക്കുന്നു, വീണ്ടും ജനിക്കുന്നു, 84 ദശലക്ഷം ഒരു റൗണ്ട് കഴിയുന്നു, കൊതുകാവുന്നു, പുലിയാവുന്നു, പൂച്ചയാവുന്നു, വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് കിട്ടുന്ന ചാൻസ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ കിട്ടിയിരിക്കുന്ന വളരെ നല്ല ചാൻസ് ആണ്. എന്താണ്, ഡെയിലി നമുക്കിത് പ്രാക്ടീസ് ചെയ്യുക. ആ മഹത് ഭയത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങൾ എന്താണ്? അനുസരണയോടുകൂടി ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടി വളരെ ഹമ്പിളായിട്ട് നമ്മൾ കേൾക്കുക. രണ്ടാമത്തെ കാര്യം തുല്യദർശന, സമദർശനം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പം ഡിവോട്ടീസിന്റെ അടുത്തായാലും എല്ലാ ഡിവോട്ടീസിനും ഒരുപോലെ കാണും. ചിലർ നമ്മുടെ അടുത്ത് ഭയങ്കര ഡിയർ ആയിരിക്കും, അവരെ ഒരുപോലെ കാണുക. മറ്റേ ആളിന് ആ പ്രഭുവിനായിട്ട് എനിക്ക് അത്ര ഇതില്ല. അങ്ങനെ പോയാൽ തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റില്ല എന്ന് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് വ്യാസദേവൻ പറയാനുണ്ട്, പ്രഭുപാദം എടുത്ത് പറയാനുണ്ട്. അതുകൊണ്ട് ദയവായി അത് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് എനിക്കുള്ള ഒരു പ്യൂരിഫിക്കേഷൻ ആണ്, അങ്ങനെ ഉള്ളതെല്ലാം നമ്മൾ മാറ്റണം. അപ്പൊ ഇവിടെ എന്ത് പറ്റി? ഇദ്ദേഹം മരിച്ചു പോവുകയാണ്. യമഗംഗന്മാരെ കണ്ടപ്പോ എന്ത് പറ്റി? ഇദ്ദേഹം ആകപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. നേരെ കൊണ്ടുപോകുന്ന എവിടെയാണ്? നരകത്തിൽ. നരകത്തിന്റെ എക്സ്പ്ലനേഷൻ ഭാഗവതത്തിൽ പറയാനുണ്ട്. എങ്ങനെയാണ്? തീ ഭയങ്കര ഭയാനകമാണ്. യമരാജനെ യമഗംഗന്മാരെ കാണുമ്പോഴേ ജീവൻ പോവും. ആ ആത്മാവ് പിന്നെ അദ്ദേഹത്തിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അപ്പോഴേ പേടിച്ച് വിറച്ചാണ് പോകുന്നത്. കൊണ്ടുപോകുമ്പോഴും അത്രയും ക്രൂരമായിട്ടാണ് കൊണ്ടുപോകുന്നത്. വളരെ സിമ്പിളായിട്ട് പല്ലക്കിൽ ഇരുത്തിയൊന്നുമല്ല കൊണ്ടുപോകുന്നത്, വലിച്ചിഴച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ എന്താണ് പറ്റുന്നത്? യമരാജനെ കാണുമ്പോൾ തീർന്നു. ചിത്രഗുപ്തൻ ബുക്ക് എടുക്കുന്നു, ഇദ്ദേഹത്തിന്റെ ലിസ്റ്റ് വായിക്കുകയാണ്. ലിസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നു, അത് തീരുന്നില്ല. അത് തീരുന്നു. ചെയ്ത ക്രൂരതകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവികളെ ചവിട്ടിക്കൊന്നു, ജീവികളെ ക്രൂരമായി കൊന്നു, അതിന്റെ ആ മാംസം ഭക്ഷിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുക, അസൂയയും കുശുമ്പും കാണിച്ച് ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആർക്കും ഒരു മനസമാധാനം കൊടുത്തിട്ടില്ല. ഇങ്ങനെ വലിയ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഞാൻ വളരെ വലിയൊരു പ്രശ്നത്തിലാണ്, എനിക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ഫിനിഷ്. പക്ഷേ അതിന് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണ് നാരദ മുനി പറഞ്ഞത്? നീ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ്, ട്രബിളിലാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? ഒരാള് ഒരു ക്ഷണം, ഒരു ചെറിയ ക്ഷണം ഒരു ഭക്തനുമായിട്ട് അസോസിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഫലം? ഒരു ശുദ്ധ ഭക്തനുമായിട്ട് അസോസിയേഷൻ എന്നാണ് അതിന്റെ റിസൾട്ട് എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഓക്കെ, ശിക്ഷയെല്ലാം കൺഫേം ചെയ്തു, ചെയ്ത പാപവും ശിക്ഷയെല്ലാം പറഞ്ഞു, എല്ലാം ഓക്കെ ആണെന്ന് ചോദിച്ച് അദ്ദേഹം പറഞ്ഞു ഓക്കെ ആണ്. പക്ഷെ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്.
ഒരാൾ യമരാജന്റെ ചോദിക്കണം, ശുദ്ധഭക്തനായിട്ട് ഒരു ക്ഷണമെങ്കിലും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അയാളുടെ റിസൾട്ട്, അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്? യമരാജന് അതിന് ആൻസർ അറിയില്ല. യമരാജൻ നേരെ മഹാദേവന്റെ അടുത്ത് ചോദിച്ചു. ഇയാളെ കൊണ്ട് പോകണം മഹാദേവന്റെ അടുത്ത്. മഹാദേവ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ചെയ്യേണ്ടത്? മഹാദേവൻ പറഞ്ഞ ഇതിന്റെ റൈറ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ആരാണ്? ബ്രഹ്മദേവന്റെ അടുത്ത്. അപ്പോൾ ആദ്യം ദേവന്മാരോട് ചോദിച്ചത്, ദേവന്മാരോട് കൂട്ടിയാണ് മഹാദേവന്റെ അടുത്ത് പോയത്. മഹാദേവന് ദേവന്മാരുമായിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, ഇതിനുള്ള കറക്റ്റ് ആൻസർ എനിക്കും അറിയില്ല, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, നമുക്ക് ആരോടെ ചോദിക്കാം? മഹാവിഷ്ണു. അങ്ങനെ എല്ലാവരും ശ്വേതദൈവത്തിൽ പോയി മഹാവിഷ്ണു അടുത്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇതിൽ വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാനാണ് ഇതിന് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റുന്നത്, നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാമെന്ന് പറയും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വൈകുണ്ഠത്തിൽ പോയി ഭഗവാന്റെ ചോദിച്ചു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ആരാണത് ചോദിച്ചതെന്ന് ചോദിച്ചു. അവർ നാരദ മുനി ഇത് ഒരു ദുഃഖഘട്ടത്തില് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോ മഹാവിഷ്ണു എന്ത് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പൊയ്ക്കോളൂ, ഇനി ഇവിടെ നിൽക്കേണ്ട, ഈ ആള് മാത്രം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും ഞെട്ടിപ്പോയി. അപ്പൊ യമരാജ പറഞ്ഞില്ല, ഇത്രയും പാപമുണ്ട്, ശിക്ഷിക്കണം, എന്റെ ഡ്യൂട്ടി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാനാണല്ലോ പറയുന്നത്, കേട്ടോളൂ എന്ന് പറഞ്ഞു. അല്ല, ഇതിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ഷണമെങ്കിലും ഒരു ശുദ്ധഭക്തനുമായിട്ട് അസോസിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് വൈകുണ്ഠത്തിൽ പോകാനായിട്ട് ക്വാളിഫൈഡ് ആണ്. 2, ആ ക്ഷണത്തില് ഈ ക്വസ്റ്റ്യൻ ഒരു ശുദ്ധഭക്തൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുകയാണ്, അനുസരണയോടുകൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ അയാള് വൈകുണ്ഠത്തിലേക്ക് എത്താനായിട്ട് ക്വാളിഫൈഡ് ആണ്. ഇവിടെ എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തു. അത് ആ നാരദമുനി എന്തായാലും ഞാൻ ഇത് അനുഭവിക്കണം, ഇത് ചോദിക്കേണ്ടെന്ന് വിട്ടിരുന്നെങ്കിൽ പ്രശ്നമായില്ല. നാരദമുനി പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷൻ റൈറ്റ് ടൈമിൽ അദ്ദേഹം അത് ഫോളോ ചെയ്തു. നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. നാരദമുനിക്ക് ഇത് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല. കാരണം ഈ വേദാന്തികൾ ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തുല്യദർശന, അവര് അഹൈതികമായ കാരുണ്യം ചെയ്യും. അപ്പോ നമ്മളും എല്ലാവരും അസോസിയേഷൻ വളരെ വളരെ നല്ല ശുദ്ധഭക്തന്മാരുടെ അസോസിയേഷൻ വളരെ നല്ല രീതിയിൽ എടുക്കാൻ നോക്കുക. അവരവരുടെ ഗുരുക്കന്മാരുടെ കാണാൻ നോക്കുക. നിങ്ങളുടെ ഗുരു ഫിസിക്കലി പ്രസന്റ് ആണെങ്കിൽ ഒരു സെക്കൻഡ് പോലും ദയവ് ചെയ്ത് കളയരുത്, അദ്ദേഹത്തിന് അസോസിയേഷൻ ചെയ്യാൻ നോക്കുക. ഒരുപാട് വൈഷ്ണവർ വരുന്നു, ജയവദാസ് സ്വാമി മഹാരാജ് ഇവിടെ വരുന്നുണ്ട്, അസോസിയേഷൻ എടുക്കാൻ നോക്കുക. ഭാനു മഹാരാജ് വരുന്നുണ്ട്, അസോസിയേഷൻ എടുക്കാൻ നോക്കുക. സംഘർഷൻ മഹാരാജ് വരുന്നുണ്ട്, മഹാരാജിന്റെ വിസിറ്റ് ഉണ്ട് ഉടനെ. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളുണ്ട്, ആ അസോസിയേഷൻ എടുക്കാൻ നോക്കുക. ഏതൊക്കെയാണോ ഗുരുവിന്റെ നമുക്ക് അസോസിയേഷൻ എടുക്കാൻ പറ്റുന്നത്, ആ അസോസിയേഷൻ എല്ലാം നമ്മൾ എടുക്കുക. അത് ഒരു കാരണവശാലും നമ്മൾ മിസ് ചെയ്യരുത്. ഓക്കെ. അപ്പോ ഇന്ന് നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്തും ഗുരുവിന്റെ അടുത്തും ഭക്തന്മാരുടെ അടുത്തും പ്രാർത്ഥിക്കുക. നമുക്ക് അസോസിയേഷൻ നല്ല രീതിയിൽ ഭക്തന്മാരെ എടുക്കാൻ പറ്റട്ടെ. നമുക്ക് തുല്യ ദർശനമായിട്ട് എല്ലാവരെയും ഒരുപോലെ നമുക്ക് കാണാൻ പറ്റട്ടെ. നമുക്ക് അനുസരണമുള്ളവരായിട്ട് നമുക്ക് ഗുരുവിന്റെ ഇൻസ്ട്രക്ഷനും ഭക്തന്മാരുടെ ഇൻസ്ട്രക്ഷനും പാലിക്കാൻ പറ്റട്ടെ. അപ്പോൾ അനുസരണ, തുല്യ ദർശന, അപ്പൊ ഈ 2 കാര്യങ്ങള് സമദർശിനി എന്താണ്? നമ്മൾ അനുവർത്തിനി എന്നുള്ള വാക്ക്, അനുസരണയും തുല്യദർശനം എന്നുള്ളത്, അതായത് സമദർശനം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ 2 വാക്കുന്ന മനസ്സിൽ എല്ലാവരും വെച്ചേക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും ഭക്തന്മാരടുത്തും ഗുരുക്കന്മാരടുത്തും ഭഗവാന്റെ അടുത്തും ചൈതന്യമഹാപ്രഭുവിന്റെ അടുത്തൊക്കെ പ്രാർത്ഥിക്കുക. നമുക്ക് ഇന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. ഇനിയുള്ള ലൈഫിൽ നമുക്ക് ത്രൂ ഔട്ട് ഭാഗവതത്തിൽ വ്യാസദേവനും ശീലപ്രഭുപാദ നമുക്ക് പറഞ്ഞ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമന്റ്സോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണജി. എനിക്ക് തോന്നുന്നു കമന്റ്സും ക്വസ്റ്റ്യൻസും ഒന്നും ഇല്ല. അപ്പൊ എല്ലാവർക്കും ഇന്ന് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ വായിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പ്രഭു. ആമാജി വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.